ഒരുപാട് പണമുണ്ടായിട്ട് കാര്യമില്ല. നമ്മളൊന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ ആ പണത്തിനാവില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. പണത്തിനേക്കാൾ മൂല്യം എന്നും മനുഷ്യബന്ധങ്ങൾക്കാണ്. വെളിച്ചം പകരാൻ നമ്മളെക്കൊണ്ട് ആയില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാവരുത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കി മാത്രം സംസാരിക്കുകയും ചെയ്യുക. അതിൽ സമാധാനമുണ്ടാകും. നാണയങ്ങൾ എപ്പോഴും ശബ്ദമുണ്ടാക്കുന്നു, പക്ഷേ നോട്ടുകൾ എപ്പോഴും നിശബ്ദമാണ്. നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുമ്പോൾ സ്വയം നിശബ്ദത പാലിക്കുക. നിങ്ങൾ ഒരു കാര്യത്തിനു വേണ്ടി എത്രത്തോളം കഠിനാധ്വാനം ചെയ്തുവോ അത് നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം തന്നെ ആത്മസംതൃപ്തി ലഭിക്കും. മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിൻ്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉള്ളപ്പോൾ ആ സ്നേഹം ഒരിക്കലും മനസ്സിലാകില്ല. അത് ഒരുപക്ഷെ ശല്യമായി തോന്നിയേക്കാം. ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല എങ്കിൽ അവരുടെ സാമീപ്യം എത്രത്തോളം വിലപ്പെട്ടത് ആയിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമാക്കി വിടുക. തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണ്. വളരെ വ്യത്യസ്തമായ ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സ്. കിട്ടിയതിനെ ഓർത്ത് സന്തോഷപ്പെടില്ല, കിട്ടാത്തതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിൽ 2 നിയമങ്ങൾ പാലിക്കുക. 1. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. 2. സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരെ അനാവശ്യമായി ഇടപെടുത്താതിരിക്കുക. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഏത് പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നമ്മൾ വിജയത്തിൻ്റെ വഴിയിലാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ പരിഹാരം തേടുക. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. സ്വത്തും പണവും ജോലിയും ഒന്നുമല്ല ഭാഗ്യം. നമ്മുടെ കണ്ണ് നിറയുമ്പോൾ തുടയ്ക്കാൻ ഓടിയെത്തുന്ന കൈകളും നമ്മുടെ കൈ വേദനിക്കുമ്പോൾ കണ്ണ് നിറയുകയും ചെയ്യുന്ന മനുഷ്യർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ജീവിതം എന്നത് സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. ദുഃഖത്തിൽ നിന്നും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക എന്നത് ഒരു ലക്ഷ്യമായി കാണുക. സുഖകരമായ കാര്യങ്ങൾ ആകർഷിക്കാം. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നവർക്ക് ക്ഷമ നൽകുക. തെറ്റുകൾ മറച്ചുവെച്ച് തർക്കിക്കുന്നവരോട് നിശബ്ദത പാലിക്കുക. ആ നിശബ്ദതയാകാം നമ്മുടെ വിജയം. ഒരു വ്യക്തി സ്വയം ആശ്രയിക്കണം. എന്നും തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യണം. കഷ്ടതകളുള്ള സമയത്ത് നിങ്ങൾക്ക് തുണയായി നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മറ്റൊരാളും മുതിരില്ല. അതിനാൽ സ്വന്തം കഴിവ് വളർത്തിയെടുത്ത് ഉത്തരവാദിത്വങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യുക. സമയം ഒട്ടുമില്ല. അങ്ങനെ വെറുതെ പറയുന്ന ബാലിശമായ ആ ശൈലി ഇപ്പോൾ മുഴുവൻ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. ജീവിതത്തിൽ നിങ്ങൾ നേടുവാനും പ്രവർത്തിക്കുവാനും ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സമയം ലഭ്യമാകും എന്ന് ഉറച്ചു വിശ്വസിക്കുക. വഴക്ക് കൂടാൻ ഒരുപാട് കാരണങ്ങൾ കിട്ടും. എന്നാൽ വഴക്കില്ലാതെ അടുപ്പത്തോടെ ഇരിക്കാൻ ഒരു കാരണം എപ്പോഴും നമ്മൾ കണ്ടെത്തണം. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന, ആവശ്യങ്ങൾക്ക് മാത്രം നമ്മിലേക്ക് വരുന്ന, തിരിച്ചൊരു സുഖവിവരങ്ങളും തിരക്കാത്ത സൗഹൃദമായാലും പ്രണയമായാലും മറ്റേത് ബന്ധങ്ങളായാലും നമ്മൾ അവർക്ക് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുക. നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ എന്നാൽ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുകൂടിയാണ്.